അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഇതിൽ, ഷിജു എന്ന് പറഞ്ഞ. ഒരു ഏവറേജ് പടമാണ് നാളെ നമ്മളുടെ ഇതിൽ. കുഴപ്പമില്ല. ഒരു മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല, നല്ല നന്നായിരുന്നു. ഓ, കണക്ട് ആവേണ്ട പടമാണ് എന്തായാലും. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കാണാനുണ്ട്. നമ്മുടെ ഫ്രണ്ട് അതിൽ അഭിനയിച്ച ഷിജു മുപ്പുഴ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അഭിനയിച്ചു, അതുകൊണ്ട് കാണാൻ വന്നതാണ്. കാണാനുള്ളതുണ്ട്, നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ധ്യാൻ്റെ അഭിനയം അത്രയ്ക്കില്ല, ആള് കുറച്ച് റോളേ ഉള്ളൂ. ഒരു മർഡർ കേസിൻ്റെ കഥയാണ്. സിദ്ദിഖ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഏതായിരുന്നു എടുത്തു പറയാൻ ഒരിക്കൽ കാണാം, കൂടുതൽ നമുക്ക് അത്രയ്ക്ക് നല്ലത് പറയാനില്ല, പക്ഷേ കാണാനുണ്ട്. തക അതിനെക്കുറിച്ചായിട്ടൊന്നുമില്ല, ഒരു മർഡർ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്കില്ല. എടുത്തു തോന്നിയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, അത്രയ്ക്ക് കാണാൻ കുഴപ്പമില്ല, അത്രേ പറയാനുള്ളൂ, കൂടുതൽ അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. അഭിനയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു എല്ലാവരെയും. ഇനി ആൾ ഇത് വേണം, ആൾക്കാർ വരണം. ഇപ്പോഴത്തെ ഇതിൽ ഷോയിൽ ആൾ കുറവാണ്, എന്നാലും നന്നായിരിക്കുന്നത്, എല്ലാവർക്കും കണ്ടിരിക്കേണ്ട പാടാണ്. ആണോ, നല്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയല്ലേ, അതുകൊണ്ട് അതിൽ വെച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. മെസ്സേജ് ആയിട്ടില്ല, ഇറ്റ്സ് എ സസ്പെൻസ് ആണ്, സസ്പെൻസ് ത്രില്ലർ മാതിരിയാണ്. ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ സ്റ്റോറി വന്നു. ഒരു നമ്മുടെ ഒരു വ്യൂവറിൻ്റെ അറ്റൻഷൻ പിടിച്ച് വെക്കാൻ പറ്റും. എല്ലാവരും നന്നായി, ആക്ച്വലി നന്നായിരുന്നു. ധ്യാനം കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും നന്നായിട്ട്, SP എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി കാണാം. അത് ആക്ച്വലി ഹൂ ഇസ് ദ റിയൽ വില്ലൻ എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ, അതാണ് അത് പറയുന്നത്. കുഴപ്പമില്ല, കാണാം. എടുത്തു പറയാന്ന് പറഞ്ഞാൽ നല്ല സ്റ്റോറിയാണ്. പിന്നെ പുതിയ ആൾക്കാർക്ക് നല്ല ചാൻസ് കൊടുത്തിട്ടുണ്ട്. പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പുതിയ ആൾക്കാരൊക്കെ വരട്ടെ, അങ്ങനെ സന്തോഷം. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനെ പറക്കുമല്ലോ, പറക്കുമ്പോൾ തീർച്ചയായിട്ടും വരും, ചാൻസ് ഉണ്ട്. ഞാൻ ധ്യാൻ്റെ പടം കുറച്ചായി കണ്ടിട്ട്. ഞാൻ കുറേ എനിക്ക് പണ്ട് ശോഭനയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, എനിക്ക് അതിൽ വലിയ ഇഷ്ടം. അതിന് ശേഷം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈസ് ആക്ടഡ് വെൽ. കുറച്ച് ബോഡിയൊക്കെ ശരിയായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തു, നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, ആസ് ഓഫ് നൗ എല്ലാം നല്ലതായിരുന്നു. ഓക്കെ.